പറ്റും. എന്തിനാ പറയണേ, കാരണം 10 വർഷക്കാലം ഞാൻ നരകിക്കുമ്പോൾ ഓരോ നിമിഷവും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ അമ്മ പ്രസവിച്ച അമ്മയ്ക്ക് നമ്മളോട് എന്തെത്ര സ്നേഹമില്ലാത്തതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പലപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള പല ട്രാൻസ്ഫോർമേഷനെ നോക്കുമ്പോൾ അവർക്ക് ഫാമിലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് വളരെ ചെറിയ പ്രായത്തിലെ അവർക്ക് അവരുടെ കുറേ സ്ട്രഗിൾസൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ട്. ആ സ്ട്രഗിൾസൊക്കെ സഫർ ചെയ്യേണ്ടി അത്രയൊക്കെ ട്രോമകളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ വരില്ലായിരുന്നു ആദ്യമേ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പം കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ജീവിക്കാനുള്ളൊരു ആവേശമുണ്ട്, അതിജീവിക്കാൻ. അത്രയും കാലം നമ്മൾ ഓരോ നിമിഷവും അതിജീവിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോവാണ്, സന്തോഷത്തോട് മുന്നോട്ട് പോവാണ്. ആരൊക്കെ ഉണ്ട്, നമ്മൾ അനാഥരല്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഇപ്പം നന്നായിട്ടുണ്ട്. അങ്ങനെ സ്റ്റോറി സ്കിൽസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന ആക്ടിവിസ്റ്റ് ആണ്, അതുപോലെ തന്നെ യൂട്യൂബറായിട്ടുള്ള ഹേരി സാദിയ. ചേച്ചി വെൽക്കം ടു ഷോ. താങ്ക് യു. ഹായ്. ഹലോ. സോ ചേച്ചി ഇപ്പോൾ കറൻ്റ്ലി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ? ഞാനിപ്പം PhD ചെയ്യാനുള്ള ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓൺഗോയിങ് പ്രോസസ്സിലാണ്. പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ, ഇപ്പോൾ കാര്യമായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ് ഇപ്പോൾ കറൻ്റ്ലി ചെയ്യുന്നത്. ബേസിക്കലി ഒരു ജേർണലിസ്റ്റ് ആണെങ്കിലും ഒരു അധ്യാപിക ആണെങ്കിലും ഇപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. ചേച്ചി പണ്ട് നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു ഉള്ളിലൊരു സ്ത്രീ ഉണ്ട് എന്ന് ആദ്യമായിട്ട് തോന്നിയത്? ഞാൻ ജനിച്ച കാലം എന്നല്ല, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടിട്ടേ എനിക്ക് ഫെമിനിൻ ട്രൈറ്റാണ് ഉള്ളത്. എനിക്ക് ആൺകുട്ടികളുടേതായിട്ടുള്ള ഈ സോക്കോൾഡ് ഒരു ഇതിനോടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഓഫ് കോഴ്സ് ഞാൻ തിരിച്ചറിയുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ എൻ്റെ ആറ്റിറ്റ്യൂഡ്സും എൻ്റെ ഡിഫറൻസസും ഈ പറഞ്ഞ ശബ്ദത്തിലുള്ള വ്യത്യാസം, ഗൈനക്കോമസിയ എന്ന് പറഞ്ഞ ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഹോർമോണൽ ചെറുപ്പം മുതലേ ഈ പറഞ്ഞ പോലത്തെ ഹോർമോണൽ ഇംബാലൻസിന്റെ പ്രശ്നം ചെറുപ്പം മുതലേ ഉണ്ടായിട്ട് ഞാൻ ചെറുപ്പത്തിലേ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിലുള്ളപ്പോഴേ ഭയങ്കര ഞാൻ ചബ്ബിയായിരുന്നു. അത് മാത്രമല്ല ഹോർമോൺസിന്റെ പ്രശ്നങ്ങൾ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അതിന്റെ ട്രീറ്റ്മെന്റ് ആദ്യം തൊട്ടേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് എടുക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ട്രീറ്റ്മെന്റ് അല്ല വരുന്നത്. ഞാനൊരു ഫീമെയിൽ കംപ്ലീറ്റ്ലി എനിക്ക് വേണ്ടത് ഇതായിരുന്നു, ഫീമെയിൽ ലൈഫായിരുന്നു. അപ്പം അതിലേക്ക് എത്തുന്നതിനെക്കാട്ടിലും മുന്നേ ഉള്ള ഒരു ജേണി ഭയങ്കര ഹാർഡായിരുന്നു. പിന്നെ അത് തിരിച്ചറിയാൻ ആ സമയം മുതലേ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ്ലി ഒരു മാസ്കുലിൻ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജേർണലിസ്റ്റിലേക്ക് വരാനുണ്ടായിരുന്നൊരിത് എത്തിപ്പെട്ടാണോ അതോ കൊച്ചിലോട്ടുണ്ടായിരുന്നോ? അല്ല, ജേർണലിസം ഞാനിങ്ങനെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി സംഹൗ ലൈഫിൽ പഠിക്കാൻ പോയ കോഴ്സൊന്നുമല്ല പഠിച്ചത്, കംപ്ലീറ്റ് ചെയ്തത്. അന്നെത്തിപ്പെട്ട് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെ ജോലിയിലേക്ക് വന്നതായിരുന്നു. ചേച്ചി ഇത്രയും വലിയൊരു ജേർണി ഇപ്പോൾ കടന്നു വന്നല്ലോ, സോ അതിൻ്റെ കൂടെ എങ്ങനെയായിരുന്നു? ഫാമിലി ഓക്കെ ആയിരുന്നു? ഫാമിലി ഇപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുന്നേ ഒട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2 വർഷമായിട്ടാണ് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നതും ഫാമിലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ലൈഫാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഫാമിലി ആദ്യമേ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ കഷ്ടപ്പാടിലൂടെ ഒന്നും കടന്നു പോകേണ്ട ആവശ്യം വരില്ലായിരുന്നു. കടന്നു പോയിട്ടുള്ള ഇൻ ബിറ്റ്വീനിൽ സോഫാർ കടന്നു പോയിട്ടുള്ള അവസ്ഥകൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ കുറേ ശത്രുക്കൾ ഉണ്ടാക്കുന്ന അവസ്ഥയായിരുന്നു. കാരണം നമ്മൾ ഗതികേടുകൊണ്ട് പലരെയും കൂടെ ജീവിക്കേണ്ടി വരുന്നു, അവരായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റാതെ വരുന്നു, വേറൊരു അവസ്ഥയില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജീവിതം കംപ്ലീറ്റ്ലി ഒരു സാക്രിഫൈസ് തന്നെ ആയിരുന്നു കുറെ സമയം വരെ. നിങ്ങളുടെ ഈ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ കമന്റ്സ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരമ്മയ്ക്ക് 13 മക്കള് 14 മക്കള്. ഇപ്പൊ ചേച്ചിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ രഞ്ജുമാർ അമ്മയാണ്. അപ്പം രഞ്ജുമാറിന്റെ തന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ കുറെ മക്കളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് സിസ്റ്റം അതെന്താണ് ശരിക്കും? രഞ്ജു അമ്മ എപ്പോഴും അമ്മ തന്നെയാണ്. ജീവിതത്തിൽ ഏറ്റവും കടപ്പാടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക്. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്, അല്ലാന്ന് പറയില്ല. പക്ഷെ എനിക്ക് രഞ്ജുമ്മനെക്കാട്ടിലും ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലുള്ളത് സൂര്യ ഐഷാന്റെ അടുത്താണ്. ഞാൻ അമ്മൂന്നാ വിളിക്കുന്നത്. അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്ന പോലെ തന്നെ അമ്മൂന്നാ വിളിക്കുന്നത്. എനിക്ക് എൻ്റെ പെറ്റമ്മയുടെ അടുത്ത് പോലും ഇല്ല അത്രയും അറ്റാച്ച്മെന്റ്. പക്ഷെ പെറ്റമ്മ ജന്മം നൽകിയ അമ്മ എന്നുള്ള അംഗീകരിക്കുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ, സത്യമായിട്ടും. എന്തിനാ പറയണേ, കാരണം 10 വർഷക്കാലം ഞാൻ നരകിക്കുമ്പോൾ ഓരോ നിമിഷവും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ അമ്മ പ്രസവിച്ച അമ്മയ്ക്ക് നമ്മളോട് എന്തെത്ര സ്നേഹമില്ലാത്തതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഓരോ സമയവും വിഷമിക്കുന്ന ഹാർഡ്ഷിപ്പിലൂടെ പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മളെ പെറ്റുമ്മക്ക് നമ്മളെ വേണ്ട? അപ്പോൾ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും ഞാൻ ആലോചിക്കും, ഈ ദിവസം ഞാൻ ജനിച്ച ഈ ഒരു ദിവസം ആലോചിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് ആ ഒരു ദിവസം വേണ്ടായിരുന്നു, ആ ഒരു വർഷത്തിൽ ആ ഒരു ദിവസം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജനിക്കില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ജനിച്ചതിൻ്റെ പേരിൽ അവരെത്ര വിഷമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം 10 വർഷക്കാലം അവരെന്നെ ആയിട്ട് കണക്ഷൻ ഇല്ലാത്തപ്പം ഞാൻ ഭയങ്കരമായിട്ട് വിചാരിച്ചിട്ടുണ്ട് മേ ബി അവർക്ക് എന്നോട് ഇഷ്ടമില്ലായിട്ടായിരിക്കുന്നു. പക്ഷേ സംഭവം അവർ അക്സെപ്റ്റ് ചെയ്തു, വീട്ടിൽ പോയി. പക്ഷെ എന്നാലും
എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട് അമ്മയുടെ സ്നേഹം, അമ്മ അങ്ങനെയാണ്, അമ്മ കംഫർട്ട് സ്പേസ് ആണെന്ന്. അതെനിക്ക് എൻ്റെ ഉമ്മയുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്, ഓപ്പൺ ആയിട്ട് കിട്ടുന്നത് എനിക്ക് സുരേഷ് അമ്മൂൻ്റെ അടുത്ത് നിന്നാണ്. ഞാൻ ഒരു നൈറ്റിയൊക്കെ ഇട്ടിട്ട് എടുത്ത് ഇങ്ങനെ പോയിരിക്കും. എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയുടെ അടുത്തിരിക്കുമ്പോഴുള്ള ഫീലില്ലേ അതിങ്ങനെ കിട്ടും. ഇങ്ങനെ ലൈഫിൽ ഒരു തവണ രഞ്ജു അമ്മ എനിക്കിങ്ങനെ കല്ലുമ്മക്കായ, ജീവിതത്തിൽ ആദ്യമായിട്ടോ കല്ലുമ്മക്കായ, വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. അപ്പം കാലിക്കറ്റിൽ ഉള്ളൊരു ഫ്രണ്ട് ഉണ്ട് അമ്മയുടെ. അപ്പോൾ അവർ കല്ലുമ്മക്കായ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പം കല്ലുമ്മക്കായ ഉരുട്ടി എന്താ പറയുക ചോറിൽ വെച്ചിട്ട് എനിക്ക് വാരി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക്, അപ്പോൾ ഞാൻ 2018 എന്തോ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഉമ്മ എനിക്കങ്ങനെ ചെറുപ്പത്തിൽ എന്തോ വാരി തന്നാണ്. ഇതിങ്ങനെ തന്നത് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതൊരു ഫീലാണല്ലോ, അതെനിക്ക് ലൈഫിൽ കിട്ടിയിട്ടുമില്ല. അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ഇമോഷണലാവും ഇത് പറയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് അത് ഇൻറ്റിമസി എന്ന് പറയുന്നത് ഒരാളുടെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം കമ്മ്യൂണിറ്റിയിൽ കുറേ പേര് അമ്മാന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ഇപ്പോഴും റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് അവരോട് ഇപ്പോഴും റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ ചില സിറ്റുവേഷനിൽ അവർ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത ചെന്നാൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. ഹിജ്റ കൾച്ചറിൻ്റെ ഭാഗം കേട്ടോ അത്. അപ്പം ഇവർ ഈ സിസ്റ്ററായിട്ടിരുന്ന ആൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് മകളാകുമ്പോൾ നമ്മുടെ അനിയത്തിയായിട്ടോ അല്ലെങ്കിൽ ചേച്ചിയായിട്ടോ ഒക്കെ വരും. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ അമ്മാന്നൊക്കെ വിളിച്ചിരുന്നവരും അമ്മുമ്മാന്നൊക്കെ വിളിച്ചിരുന്നവരും എൻ്റെ സിസ്റ്റേഴ്സായി വന്നിട്ടുണ്ട്. അപ്പോഴും എനിക്ക് അവരെ മുഖത്ത് നോക്കിയിട്ട് ചേച്ചി എന്നൊക്കെ വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല, ബാക്കി സിസ്റ്റേഴ്സാണെങ്കിൽ ചേച്ചി എന്നല്ല വിളിക്കുക. അപ്പോൾ ഞാൻ അവരെ ഒന്നെങ്കിൽ ആ മമ്മി തന്നെ വിളിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ പേരിനെ കുറച്ച് ഷോർട്ടാക്കിയിട്ട് ആ ഒരു റെസ്പെക്റ്റും കൂടെ കാണിച്ചിട്ടാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. അപ്പം ഈ സംഭവം എനിക്ക് ഈ ലോകത്തിൽ എല്ലാവരും പറയുന്ന പോലെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു അമ്മ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമെന്നും എനിക്കറിയില്ല. ഇത്രയും വയസ്സൊക്കെ ആയില്ലേ, ഇത്രയും സമയമൊക്കെ ആയില്ലേ. അപ്പം ഐ ഡോണ്ട് നോ, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് എൻ്റെ ലൈഫിൽ. അപ്പം ഈ പറഞ്ഞ പോലെ അതിൻ്റെ പേരിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ട്. നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അമ്മ സ്നേഹിക്കാനില്ലല്ലോ, നമ്മൾ അമ്മ സ്നേഹിക്കുന്നില്ലല്ലോ എന്നാലോചിക്കുന്നൊക്കെ 10 വർഷം കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫാമിലി കുഴപ്പമൊന്നുമില്ല, ഇപ്പം അക്സെപ്റ്റഡ് ആണ്. ഇപ്പം എൻ്റെ ബ്രദറിന് ഒരു അനിയത്തിയാണ് ഞാൻ, സിസ്റ്റർ ഇൻ ലോക്ക് ഒരു സിസ്റ്റർ ഇൻ ലോ ആണ് ഞാൻ, എൻ്റെ ഉമ്മാക്കൊരു മകളാണ് ഞാൻ, ബാക്കി ഫാമിലി മെമ്പേഴ്സിനൊക്കെ അവർ വീട്ടിലൊരു കുട്ടിയാണ്. അപ്പം ആ ഒരു പരിഗണനയും അംഗീകാരം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഹിജ്റ കൾച്ചർ എന്ന് പറയുമ്പോൾ ശരിക്കും ആന്ധ്ര, അത് നോർത്ത് ഇന്ത്യയിൽ കിന്നർ കൾച്ചറാണുള്ളത്. അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി കൾച്ചറാണ് ഹിജ്റ. അത് നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ വെസ്റ്റേൺ ഈസ്റ്റ് വെസ്റ്റിലൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഹിജ്റാസ് മുംബൈയിലാണ് ഏറ്റവും കൂടുതലുണ്ടെന്ന് തോന്നുന്നത്, കൊൽക്കത്തയിലും ഉണ്ട്. അപ്പോൾ ഇവർ അതിനൊക്കെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കുറേ ഉണ്ട്. അപ്പം അത് അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുപ്പീരിയർ ആയിട്ട് ഹെഡ് ഓഫ് ദി ഫാമിലി ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ അടുത്ത് വന്നിട്ട് അവിടെ ജീവിച്ച് സമ്പാദിച്ച് സർജറി ചെയ്ത് പിന്നെയുള്ള കാലം അവിടെ ജീവിക്കുകയാണ്. അപ്പം അവിടെ ഗുരു എന്ന് പറഞ്ഞൊരു കൾച്ചറുണ്ട്. ഗുരുവാണ് നമ്മളെല്ലാം ചെയ്തു തരുന്ന ആൾ. കേരളത്തിൽ അത് ആ രീതിയിൽ ഫോളോ ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എടുത്തിട്ട് ഹെൽത്തി ആയിട്ടൊരു ഫാമിലി റീക്രിയേറ്റ് ചെയ്തിട്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. സർജറിക്ക് കൂടെ നിൽക്കാനാണെങ്കിലും ഒരു കമ്പാനിയൻഷിപ്പിനാണെങ്കിലും ഒക്കെ നിൽക്കുന്നവരുണ്ട്. അല്ലാണ്ടും പോകുന്നതുണ്ട്. വളരെ റയറായിട്ട് നല്ല കോറിലേഷനിൽ പോകുന്നവരുണ്ട്. അല്ലാണ്ട് ഭയങ്കര ചൂഷണം ചെയ്ത് പോകുന്നതൊക്കെ ഉണ്ട്. കേരളത്തിന് വെളിയിലൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെ അവർ സമ്പാദിക്കുന്നത് പിടിച്ച് വാങ്ങി പിടുങ്ങി വെച്ച് കഷ്ടപ്പെടുത്തി ഇവർക്കുള്ള ലക്ഷറി മറ്റൊരാളുടെ അധ്വാനത്തിലൂടെ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പാണ് അധികവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. തമിഴ്നാട്ടിലൊക്കെ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. സൗത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ കേരളം ഒഴിച്ചിട്ട് ബാക്കിയുള്ളിടത്തൊക്കെ ഇത് പിടുങ്ങൽ കുറച്ച് കൂടുതലാണ്. ഇവിടെ ഇല്ല. ഇവിടെ ബെക്കിങ് നടക്കുന്നില്ല. ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ജോബ് ചെയ്ത് ജീവിക്കുന്നവരാണ്. ബേസിക് ആയിട്ട് നടക്കുന്നത് ബദായി എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം നടക്കുന്നിടത്തും ബെഗിങ് നടക്കുന്നിടത്തുമാണ്. പൂജയും കാര്യമൊക്കെ ഇൻഡിപെൻഡന്റ്. ഞാനിപ്പോൾ എനിക്ക് പൂജ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഗുരുവിനെ അല്ലെങ്കിൽ എൻ്റെ ആരാ പൂജ ചെയ്യുന്ന പൂജാരി അവരെയും പിന്നെ പരിപാടി പങ്കെടുക്കാറുള്ളവരും വിളിച്ചിട്ട് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കണം, പൂജയുടെ ചിലവ് ഞാൻ നോക്കണം, എല്ലാം ഞാൻ നോക്കി എൻ്റെ ഇഷ്ടത്തിന് ഞാനത് നടത്തണം, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് പുറത്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് എൻ്റേതായിട്ട് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്.
അവിടെ അങ്ങനെയല്ല. അവിടെ ഇന്ന ആൾക്ക് ഇത്ര ലക്ഷം രൂപ കൊടുക്കണം, അയാൾ വരണമെങ്കിൽ ഇത്ര രൂപ കൊടുക്കണം, അയാൾ വന്ന് പൂജ ചെയ്യണമെങ്കിൽ ഇത്ര കൊടുക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര അത് പിടിച്ച് വാങ്ങുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇപ്പോൾ എൻ്റെ ഫംഗ്ഷൻ നടക്കണം, വർഷപൂജ നടക്കണം, എനിക്കാണ് ഇവിടെ കേരളത്തിലാണ് ആ ഗിഫ്റ്റ് മൊത്തം എനിക്കാണ്. ഇവിടെ നമുക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല. അവിടെ എന്ന് വെച്ചാൽ ബാംഗ്ലൂരിലൊക്കെ വെച്ചാൽ തലമൂത്ത ആൾക്കാർ ആരൊക്കെയാണോ അവർ അത് വീതിച്ചെടുക്കും. അങ്ങനത്തെ ഗുണ്ടായുസവും ഈ പറഞ്ഞ പിടിച്ചു പറയും ഒക്കെ തന്നെയാണ് അധികവും നടക്കുന്നത്. ഞാൻ അതിനാണ് അങ്ങനെ പറയുന്നത്. ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് ആ ഗിഫ്റ്റ് അയാൾക്ക് പോലും കൊടുക്കാണ്ട്, അയാളുടെ ഫംഗ്ഷൻ അയാൾ പൈസ കൊടുത്ത് നടത്തുന്ന ഫംഗ്ഷന് അയാൾക്ക് പോലും കൊടുക്കാണ്ട് അത് മൊത്തം പിടുങ്ങി വാങ്ങി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ കേരളത്തിൽ നടക്കില്ല. ഒന്നാമത്തെ കാര്യം കേരളത്തിലുള്ളവരുമ്പോൾ ചെയ്യുന്നുമില്ല. അപ്പൊ ഈ കേരളത്തിലുള്ളത് പല പല ഫാമിലി ആയിട്ടാണ്. ഉണ്ട് ഓരോരോ ഫാമിലിക്ക് ഓരോ പേരിട്ട് അവർ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. ഉണ്ട്. അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അവർ ജീവിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 10 പേര് കൂടിയിട്ടൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാണ്. ആ 10 പേർക്കും ഐഡിയോളജീസ് ഒരുപോലെ സിങ്ക് ചെയ്ത് ബോണ്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഓക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇൻറ്റിമസിയും ആ ബോണ്ടും ഉണ്ടല്ലോ, അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ഫാമിലി നന്നായിട്ട് പോകുള്ളൂ. അത് ഏത് ഫാമിലി ആണെങ്കിലും, സിസ് ആണെങ്കിലും സിസ് ഹെറ്ററോ ആണെങ്കിലും ചോസൺ ഫാമിലി ആണെങ്കിലും ഒക്കെ അത് നല്ലപോലെ പോയില്ലെങ്കിൽ അടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, തമ്മിൽ തല്ലുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇപ്പം നിങ്ങൾ ഇത്രയും സഫർ ചെയ്തും കഷ്ടപ്പെട്ടും ഒരു പ്രൗഡ് മൊമെൻറ്റിൽ എത്തി നിൽക്കുമ്പോഴും എന്നാലും സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്തതിൽ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴും കുറേ പേർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് കമൻറ്റ് സെക്ഷനും കാര്യങ്ങളും കാണുമ്പോൾ പറയാം പോസിറ്റീവും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവും വരുന്നുണ്ട്. സോ ബാക്കിയുള്ള ആൾക്കാർ ശരിക്കും അങ്ങോട്ട് പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ ഇപ്പോഴും കേരളത്തിൽ. ചെയ്യുന്നില്ല അവർ ചെയ്യണമെന്നില്ല. അവരെന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം? അവർ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടാണോ ഇവിടെയുള്ള ഓരോ ട്രാൻസും ജീവിക്കുന്നത്? അല്ലല്ലോ. ഇവിടെയുള്ള ഓരോ മനുഷ്യന്മാരും ലോകത്തിൻ്റെ മൊത്തം അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ലോ ജീവിക്കുന്നത്. എല്ലാവരും സഫർ ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഈ ഉപദ്രവിക്കുന്നതാണ് പ്രശ്നം. നമ്മൾ ഒരു കാര്യമില്ലാണ്ട് നമ്മൾ ഒന്നൊരു പ്രൊവോക്കേഷനോ ഒന്നും ചെയ്യാണ്ട് ഈ പറഞ്ഞ പാവം പിടിച്ച ട്രാൻസിനൊക്കെ ഉപദ്രവിക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. ഏതോ ഒരു ട്രാൻസ് എവിടെയെങ്കിലും ചെയ്ത ദേഷ്യം തീർക്കാൻ വേണ്ടി മറ്റൊരു ട്രാൻസിൻ്റെ അടുത്ത് ദേഷ്യം തീർക്കുന്ന മനുഷ്യന്മാരൊക്കെ കുറേ പേരുണ്ട്. അങ്ങനത്തെ കുറേ കമൻ്റ് ആയിട്ടുള്ള രീതിയിൽ രേഖപ്പെടുത്തുന്നവരും ഉണ്ട്, ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ ചിലവർക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ മാസ്കുലിനിറ്റി ഇല്ലാതെ കംപ്ലീറ്റ് ഫെമിനൈൻ ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരംഗീകരിക്കാം. ആ രീതിയിൽ ജീവിക്കുന്നവർ അംഗീകരിക്കാൻ പറ്റും. മോസ്റ്റ്ലി ആൾക്കാർ കമൻറ്റ് സെക്ഷൻ വരുമ്പോൾ പറയും റിയൽ ഒരു സ്ത്രീയാണ് ഒരിക്കലും ഇതുപോലെ ബോഡി പാർട്സ് കാണിച്ച് ഒരു വീഡിയോ ചെയ്യത്തില്ല, ട്രാൻസ് ആയതുകൊണ്ട് മാത്രം കാണിക്കുന്നതാണ് റീച്ച് കിട്ടാൻ വേണ്ടി. അതും അപ്പം ബാക്കിയുള്ളവർക്കും കൂടെ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ ഇഷ്ടമല്ലേ. പെൺകുട്ടികളിൽ സ്ത്രീകളിൽ എത്രയോ സ്ത്രീകൾ കാണിക്കുന്നവരുണ്ട്. അങ്ങനെ കാണിക്കുന്നുള്ളവരും അനുഭവിക്കുന്നില്ലേ, ചീത്ത കേൾക്കുന്നില്ലേ. പോൺ ആക്ട്രസ് ആയിട്ടുള്ള എത്രയോ പേരുണ്ട്. ഈ പറഞ്ഞ പോലെ എക്സ്പോസ് ചെയ്യുന്ന ഐറ്റം ഡാൻസ് കളിക്കുന്ന ഒക്കെ സിനിമകളിലാണെങ്കിലും ഹിറ്റായിട്ടുള്ള ഐറ്റം ഡാൻസ് കളിക്കുന്നവരൊക്കെ ട്രാൻസ് ആയിട്ടുള്ളവരല്ലല്ലോ എല്ലാവരും. ആക്ട്രസുകളല്ലേ, നടിമാരല്ലേ, സ്ത്രീകളല്ലേ. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. ആ പാട്ടൊക്കെ നമ്മൾ ഒരുമിച്ച് പാടി റീലൊക്കെ ചെയ്യും. പക്ഷെ ഏതെങ്കിലും ട്രാൻസ് ഇച്ചിരി എക്സ്പോസ്ഡ് ആവുന്ന സമയത്താണ് എല്ലാവർക്കും പ്രശ്നം. അത് ട്രാൻസ് ആയതിൻ്റെ പേരിൽ അവർ ബാക്കിയുള്ളവർ പറയുന്ന രീതിയിൽ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ കൊതിക്കുന്നുണ്ടാവും. അപ്പോൾ താൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് അതുപോലെ താൻ ജീവിക്കുകയാണെങ്കിൽ അവർ അംഗീകരിക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെ എല്ലാവരുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവരവർ പൈസ അവരവരുണ്ടാക്കണം. അവരവരുടെ റൊട്ടി മക്കാൻ കപ്പടയൊക്കെ അവരവരെന്നെ കണ്ടെത്തണം. അതാരും കൊണ്ടു തരാൻ പോണില്ല. ഏറ്റവും പ്രൗഡ് തോന്നിയിട്ടുള്ളൊരു മൊമെൻ്റ് ഏതാ ഇത്രയും ഒരു ജേർണിയിൽ വന്നിട്ട്? കുറേ ഉണ്ട്. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് അതൊക്കെ ചില സമയത്ത് ഞാൻ എൻ്റെ ഈ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ അല്ലെങ്കിൽ എൻ്റെ വിക്കിപീഡിയ ഒക്കെ വരുന്ന അങ്ങനെയൊക്കെ ഞാൻ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കുന്ന സമയത്ത് ChatGPT ഇതൊക്കെ ചോദിക്കുന്ന ഇങ്ങനെ നമ്മൾ മെസ്സേജ് അയച്ചിട്ടൊക്കെ ഹൂ ഈസ് ഹെയ്തി സാദിയ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടല്ലോ. ചില സമയത്ത് ഇങ്ങനെ അത് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചൊരു മോട്ടിവേഷനാണ്. ഒന്നും ആവാതെ ഒന്നും ഈ ഭൂമിയിൽ നിന്ന് പോകുന്നില്ലല്ലോ. കുറേയൊക്കെ അനുഭവിച്ചെങ്കിലും എന്തായാലും ഞാൻ എൻ്റെ ഒരു സിഗ്നേച്ചർ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് എനിക്കൊരു പ്രൗഡായിട്ടുള്ള കാര്യമാണ്. കാരണം പൊതുവെ ഇപ്പോൾ അവർ പറയുമ്പം നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പം കൈകൊട്ടി പൈസ വാങ്ങിക്കുന്നു, വേറെ അശ്ലീല ചേഷ്ടകൾ കാണിക്കുന്നു, അങ്ങനെ പറയുന്നത്. അപ്പം അത് നമുക്ക് നല്ല രീതിയിൽ നടക്കുന്ന ഒരു ട്രാൻസിന് കൂടെ ചീത്തപ്പേരാണ് കേൾപ്പിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ചേച്ചി എന്താ പറയുന്നത്? എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പം പുരുഷന്മാരായിട്ടുള്ള
ബെഗേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള കുട്ടികളെയും ഒക്കത്ത് വെച്ച് തോളിൽ വെച്ചിട്ട് സ്ട്രീറ്റിലും സിഗ്നൽസിലും ഒക്കെ വെയിറ്റ് ചെയ്യുന്ന, ബെഗ് ചെയ്യുന്ന, നമ്മൾ ട്രാഫിക്കിലൊക്കെ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ വെള്ളം അടിച്ചിട്ട് വെള്ളം വെച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് ക്ലീൻ ചെയ്ത് തന്നിട്ട് ബെഗ് ചെയ്യുന്നൊക്കെ ആൾക്കാരുണ്ട്. അല്ലാണ്ട് സ്ട്രീറ്റിൽ ബെഗ് ചെയ്യുന്ന കുറേ സ്ത്രീകളുണ്ട് കുട്ടികളൊക്കെ വെച്ചിട്ട്. ഭിക്ഷാടനം നടത്തുന്നുണ്ടല്ലോ. ഭിക്ഷാടനം ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ഇതേപോലത്തെ മനുഷ്യന്മാരാണെന്ന് പറയുന്നില്ലല്ലോ. മൈനോറിറ്റിയിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ട്രാൻസ് എന്ന് പറയുമ്പോൾ പൊതുവെ ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണുന്നതുകൊണ്ട് ഒക്കെ തന്നെയാണ് കുറേ ഹെയ്റ്റും കുറേ അവജ്ഞതയോടുള്ള നോട്ടവും ഒക്കെ ഉള്ളത്. അത് അവരുടെ ജീവിതമാണ്. അവരുടെ ജീവിതം പോലെ ആവണമെന്നില്ല എൻ്റെ ജീവിതം പോലെ ആവണമെന്നില്ല എന്നൊരു ട്രാൻസിൻ്റെ ജീവിതം. അപ്പോൾ ഓരോ ട്രാൻസിൻ്റെ ജീവിതം ഒന്നിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. മൊത്തത്തിൽ ജഡ്ജ് ചെയ്ത് ജനറലൈസ് ചെയ്യാണ്ട് അവരവരെന്താണോ കാണിക്കുന്നത് അതിനനുസരിച്ചിട്ട് അവരെ അംഗീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബേസിക്കലി അംഗീകരിച്ചില്ലെങ്കിലും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാണ്ട് അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ പലരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലരും വിളിച്ച് പറഞ്ഞേക്കാം, സർജറി ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ ഒക്കെ കൂടെ ഒരു നാട്ടിൽ സാധാരണ ഒരു ജീവിതം ലീഡ് ചെയ്യായിരിക്കും. ഫേമസ് ആയിട്ടുള്ള ഒരു ജീവിതമോ പോപ്പുലർ ആവുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള സോ കോൾഡ് പ്രോഗ്രാംസിൽ അറ്റൻഡ് ചെയ്യുകയോ ഗാദറിങ്സിലൊന്നും ജോയിൻ ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാൻസ് ആണെന്ന് പറയാണ്ട് സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ട് ജീവിക്കുന്ന ട്രാൻസ് വുമൺ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് ചുറ്റും അപ്പുറം ഇപ്പുറമുള്ള വീട്ടുകാരൊക്കെ ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു രീതിയിൽ ഇത് അറിയുമ്പോൾ പിന്നെ അവരെ ടോർച്ചർ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഈ ഒരു കാരണം കൊണ്ട്. പിന്നെ കളിയാക്കലുകൾ, ആ ചെറുക്കനെ ഹസ്ബൻഡിനെ കളിയാക്കുന്ന അവസ്ഥ. എന്തിനാ ഇങ്ങനെയുള്ള ആളെ കല്യാണം കഴിച്ചാൽ, നല്ലൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാമല്ലോ, എന്തിനാ ഞങ്ങളെ. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തെ, അവരുടെ പ്രണയത്തെ, അവർ തമ്മിലുള്ള ആത്മബന്ധത്തെ ഒന്നും അതുവരെ മൈൻഡ് ചെയ്യാൻ, അതുവരെ അംഗീകരിച്ചിട്ട് ട്രാൻസ് ആണെന്ന് അറിയുന്ന സാഹചര്യത്തിൽ അത് വലിയൊരു പ്രശ്നമാവുകയും വീട്ടിൽ പ്രോബ്ലം ആയിട്ട് ചുറ്റുവട്ടമുള്ളവർ ജീവിക്കാൻ അനുവദിക്കാതെ പോവുകയും അവരെ ജീവിതം നശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അവസ്ഥ കുറേ കഥകളുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പലരും പറഞ്ഞേക്കാം ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ട്രാൻസിൻ്റെ കൂടെ കൂടുന്നതോ ട്രാൻസിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയോ ട്രാൻസിൻ്റെ കൂടെ പബ്ലിക്കിൽ നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ട്രാൻസ് ആണെന്നുള്ള കാര്യം തിരിച്ചറിയപ്പെട്ടിട്ട് അവരെ ബാക്കിയുള്ളവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമോ എന്നുള്ള ഭയത്തിൽ ട്രാൻസിൻ്റെ കൂടെ ഒന്നും കൂടാണ്ട് സർജറിയൊക്കെ ചെയ്തിട്ട് മാറി ജീവിക്കുന്നവരുണ്ട്. കൂടെയുള്ളവർ തന്നെ ഉണ്ട്. അത് അവരുടെ 100% അവരുടെ ഇഷ്ടമാണ്, അവരുടെ റൈറ്റാണ്, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം. പക്ഷെ ഇതിൻ്റെ അകത്തുള്ളൊരു വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ് അപ്പോൾ ഈ കണ്ടീഷൻ ചെയ്യല്ലേ, ട്രാൻസ് ഭയങ്കര ഭീകരരാണ്, ട്രാൻസ് മനുഷ്യർ ഭയങ്കര ഭീകരരാണെന്നുള്ള സാധനത്തെ വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പം ഭീകരത ഞാൻ മനസ്സിലാക്കിയിടത്തോളം മേ ബി ഉണ്ടാകാം, റിയാക്ട് ചെയ്യുന്ന അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ടാകാം. ബട്ട് സ്റ്റിൽ മനുഷ്യന്മാരാണ്, അത് പുരുഷന്മാരും സ്ത്രീകളൊക്കെ അങ്ങനെ ഉള്ളതുണ്ടല്ലോ. ബട്ട് സ്റ്റിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇതും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുക, ഇതും പറഞ്ഞ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, ഇത് പറഞ്ഞ് ചാപ്പ കുത്തുക, അത് ഭയങ്കര കഷ്ടം നിറഞ്ഞ കാര്യമാണ്. കാരണം വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയെടുത്ത വിസിബിലിറ്റിയും വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരവസ്ഥയാണ്. എന്തോരം ട്രോമകളിലൂടെയാണ് ഞങ്ങൾ പോകുന്നതെന്നറിയോ, എന്തോരം ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഓരോ ദിവസം കടന്നു പോകുന്നതെന്നറിയോ. അതൊന്നും സാധാരണ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഹെട്രോ വുമണിനോ അതുപോലെ തന്നെ മാനിനോ നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജാസിയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ട്രാൻസിന് ഉണ്ടാകുന്നതിൽ കൂടുതൽ നെഗറ്റിവിറ്റിയാണ് ജാസിയുടെ കേസിൽ ഉള്ളത്. സോ അത് കാരണം നിങ്ങളുടെ ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ? ജാസിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ജാസി ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പം ജാസി പണ്ട് തൊട്ടേ ഉള്ള അവസ്ഥ മുതലേ കോണ്ടന്റ് ക്രിയേഷൻ നടത്തിയപ്പോൾ ജാസി മാത്രമല്ല, വേറെയും പല ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ മെയിൽ ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട് കോണ്ടന്റ് ക്രിയേഷനൊക്കെ നടത്തി അവരെ ഫെമിലിയർ ആക്കി കൊണ്ട് പിന്നെ ട്രാൻസിഷൻ നടത്തുമ്പം ഈ പറഞ്ഞ ആൾക്കാർക്ക് അതിനെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത് കുറേ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സമൂഹത്തോട് പോരാടിക്കൊണ്ട് തന്നെയാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഓഫ് കോഴ്സ് ഉണ്ടാകും. പിന്നെ ജാസി കാരണം നമുക്ക് കമ്മ്യൂണിറ്റിക്ക് ഹെയ്റ്റ് വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ വ്യക്തിയുടെ ജീവിതം ജീവിക്കുകയാണ്. ലെറ്റ് ഹർ ലിവ് ഹർ ലൈഫ്, അത്ര തന്നെ. ആ ഫാമിലിയായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ജീവിക്കട്ടെ, എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. നമുക്ക് ഒരു പരിധിയിൽ കൂടുതലൊന്നും നമുക്ക് ഒരാളുടെ പേഴ്സണൽ ജീവിതത്തിൽ പോയിട്ട് ഇടപെടാൻ പറ്റില്ല.
അവരവരുടെ പേഴ്സണൽ, അതൊക്കെ കംപ്ലീറ്റ്ലി അവരുടെ പേഴ്സണലാണ്. അത് വെച്ചിട്ട് എല്ലാ ഒരു കമ്മ്യൂണിറ്റിയുടെ അതോറിറ്റിയോ ഓരോ ഓർഗനൈസേഷനോ ഒന്നും പറയുന്ന ഒപ്പീനിയൻ അല്ല. ആ പേഴ്സൺ അവരുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നതാണ്. അപ്പം അതിന് എല്ലാം 100% ആ വ്യക്തിക്കാണല്ലോ അതിൻ്റെ എല്ലാ എന്താ പറയുക റെസ്പോൺസിബിലിറ്റിയും. അപ്പോൾ അവരവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവർ ജീവിക്കുന്നു. അവർ പബ്ലിക്കലി വരുന്നു, സംസാരിക്കുന്നു, ഇനോഗ്രേഷൻസ് ചെയ്യുന്നു, കൊളാബറേഷൻസ് ചെയ്യുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദേ ഏൺസ് മണി. പൈസ ഉണ്ടാക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. പൈസ ഉണ്ടാക്കുന്നത് പറയുമ്പോൾ തന്നെ നമ്മുടെ സൊസൈറ്റി ചോദിക്കുന്നത് പറഞ്ഞാൽ എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയും പൈസ വരുന്നത്? ഇപ്പോൾ ഒരു കല്യാണം വന്നാലും ട്രാൻസിൻ്റെ ഇടയ്ക്ക് കല്യാണം വന്നാലും ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നതെന്ന് ചോദിക്കും. സോ കൂടുതൽ നല്ല ജോലി കിട്ടുവാണെങ്കിലും പക്ഷേ സൊസൈറ്റി വിലയിരുത്തുന്നത് സെക്സ് വർക്കിന് പോയിട്ടൊന്ന് മാത്രം, അങ്ങനെയാണ് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കല്യാണം ഗ്രാൻഡായിട്ട് നടത്തുന്ന കല്യാണങ്ങളുണ്ട്. ഈ കല്യാണങ്ങളും ആണെങ്കിലും ശരി, എന്തൊരു പ്രോഗ്രാം ആണെങ്കിലും അതിന് എവിടുന്നാ പൈസ, സോഴ്സ് ഓഫ് ഇൻകം എവിടുന്നാണെന്ന് അറിയേണ്ട ആവശ്യം ഇല്ലല്ലോ, ആരും ചോദിക്കില്ലല്ലോ. ഈ പറഞ്ഞ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേര് കമ്മ്യൂണിറ്റിയിലുണ്ട്. അവരൊക്കെ അത്യാവശ്യം ഫ്ലോലെസ് ആയിട്ടുള്ള അടിച്ചു പൊളിക്കുന്ന ആഷ് പോഷ് ലൈഫ് ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ലൈഫ് കുറച്ചും കൂടെ കളർഫുൾ ആണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും അവരുടെ ഫീഡിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ പറഞ്ഞ കൊളാബറേഷൻസ്, പെയ്ഡ് പ്രൊമോഷൻസ് ആണെങ്കിലും കൊളാബറേഷൻസ് ആണെങ്കിലും ഷൂട്ടാണെങ്കിലും ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഒക്കെ പെയ്ഡായിട്ട് അവർ എടുക്കുന്നുണ്ടാവുക. അതിൻ്റെയൊക്കെ ഒരു ഇൻകം എന്ന് പറയുന്നത് സാധാരണ 9 to 4 ജോബ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് എംപ്ലോയിക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ച് അധികം തന്നെയായിരിക്കും ഓരോ ഇവൻറ്റ്സിനും ഓരോ വർക്കിനും കിട്ടുന്നുണ്ടാവുക. അപ്പം അത് ഡെഫിനറ്റ്ലി അപ്പം സാമ്പത്തികമായിട്ട് ഒരു പ്രൊഫൈല്, സാമ്പത്തികമായിട്ട് കുറച്ചും കൂടെ ഫൈനാൻഷ്യലി സ്റ്റേബിളാണ്, ഫിറ്റാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം പൈസ വെച്ച് ജീവിക്കുന്നതിന് നാട്ടുകാർക്ക് എന്താണ്, നാട്ടുകാരുടെ പൈസ കൊണ്ടല്ലല്ലോ ജീവിക്കുന്നത്. അവർ കഷ്ടപ്പെടുന്നു, അവർ ജീവിക്കുന്നു. ഈ തെറിവിളിയും ഈ ആട്ടുംതുപ്പും ഈ പരിഹാസവും കമൻറ്റ് ബോക്സിലെ തെറിവിളികളാണെങ്കിലും ശരി, പേഴ്സണൽ മെസ്സേജിൽ വന്നിട്ട് നമ്മളെ വീട്ടുകാരൊക്കെ വിളിക്കുന്നതൊന്നും നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സഹിച്ചിട്ട് അവരൊരു സംഭവത്തെ പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഷ്ടപ്പാട് തന്നെയാണ്. നമ്മൾ നമ്മുടെ ജീവിതം വെച്ചിട്ടാണല്ലോ ഇതിൽ നിൽക്കുന്നത്. സോ ഇപ്പോൾ സർജറിയും കാര്യങ്ങളൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണോ അതോ? സർജറി കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഘട്ടം ഘട്ടമായിട്ട് തന്നെ നടത്തുന്നതുണ്ട്. കുറേ സർജറീസ് ഉണ്ട്. അതിൽ ഏത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ റൈറ്റ്, നമ്മൾ പേഴ്സണൽ ഇഷ്ടമാണ്. അപ്പം ഓരോരുത്തർ, ചിലവർ മേജർ സർജറീസ് ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം സർജറീസ് ഒരുമിച്ച് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ അവരുടെ സാമ്പത്തിക സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആദ്യം സർജറി ചെയ്യുന്നു, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ജോലി ചെയ്ത് ബാക്കി പൈസ ഉണ്ടാക്കി അടുത്തത് ചെയ്യുന്നു. പിന്നെ കുറേ അല്ലാത്ത അവർക്ക് ഫേഷ്യൽ ഫെമിനൈസേഷൻ സർജറീസ് ആണെങ്കിലും അല്ലാത്ത ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ട് ഇമ്മീഡിയറ്റ്ലി ആരും പെണ്ണാവാൻ പോകുന്നില്ല, ആരാണാനും പോകുന്നില്ല. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് കംപ്ലീറ്റ്ലി ഒരു സോ കോൾഡ് ബയോളജിക്കൽ പുരുഷനും ബയോളജിക്കൽ സ്ത്രീയും ആണെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറിയവരാണ്. അപ്പം അതുകൊണ്ട് ബയോളജിക്കൽ സ്ത്രീക്കും ബയോളജിക്കൽ പുരുഷനും സിസ്ജെൻഡർ വ്യക്തികൾക്ക് കിട്ടുന്ന അതേ അംഗീകാരവും പ്രിവിലേജും വേണമെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മളായിട്ട് ജീവിക്കാനുള്ളൊരു സ്പേസ്, നമ്മളായിട്ട് ജീവിക്കാനുള്ളൊരു എന്താ പറയുക അവസ്ഥ, അതുണ്ടായാൽ മതി സൊസൈറ്റിയിൽ. ബാക്കി നമ്മളെ ജീവിക്കാൻ വിടുക, ഉപദ്രവിക്കാതെ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ സ്ത്രീയാണ്, എനിക്ക് സ്ത്രീ ആയിട്ട് ജീവിക്കണം, ഞാൻ ഇപ്പോൾ പൂർണ്ണമായും സ്ത്രീയാണ്, അതുകൊണ്ട് എന്നെ സ്ത്രീയുടെ എല്ലാവിധ സ്ത്രീ ആയിട്ട് എന്നെ കണക്കാക്കാൻ പറ്റുള്ളൂ, എനിക്ക് ട്രാൻസ്ജെൻഡർ ഒന്നുമില്ല, സ്ത്രീയുടേതാണെന്ന് പറഞ്ഞ് വാദിക്കാനൊന്നും പറ്റില്ല നമുക്ക്. കാരണം സൊസൈറ്റി, നമ്മുടെ ജേർണി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അതല്ല, റിയാലിറ്റിയിൽ അങ്ങനെ അല്ല, നമ്മൾ മാറി വന്ന വ്യക്തികളാണ്. അപ്പം ആ മാറ്റത്തെ അംഗീകരിച്ചുകൊണ്ട് ആ മാറിയ വ്യക്തികൾ എന്നുള്ള പരിഗണന തന്നിട്ട് ജീവിക്കുക, അതെങ്കിലും സൊസൈറ്റിയിൽ തന്ന് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം സമാധാനത്തിൽ ജീവിക്കാൻ എല്ലാ ട്രാൻസ് മനുഷ്യരും ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ വേണ്ട സമാധാനം കൊടുക്കുക എന്നുള്ളത് സൊസൈറ്റിയുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ചേച്ചി PG MG യൂണിവേഴ്സിറ്റി ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. സോ അവിടെ ബുള്ളിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നൊരു ചേച്ചി എന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാൻ അവിടുന്ന് ഒരു 5 കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള ബുള്ളിങ് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കുറേയൊക്കെ ഫൈറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ അവർ ഒറ്റക്കെട്ടാണ്. ഒരു ക്ലാസ്സിലാകെ 6 കുട്ടികൾ കൊടുത്തു, ഞാൻ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ വന്ന് കാല് പിടിച്ചപ്പോൾ ഞാൻ പിന്നെ അത് പിൻവലിച്ചു. ലഡ്ഡം പഠിക്കട്ടെ, എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിലും നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്, നമ്മളെത്ര കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. പിന്നെ അതിലുള്ള ഒരു കുട്ടി ഭയങ്കര ഒരു ദളിത് കുട്ടിയാണ്. അപ്പം ആ കുട്ടിയുടെ ഫാമിലിയൊക്കെ ഭയങ്കര പുവറായിട്ടുള്ള ഒരു ഫാമിലിയാണ്.
ആ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളതെന്ന് ആളേക്കും ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ അവർക്ക് കംഫർട്ടബിൾ ആകാത്ത സ്പേസിൽ നമ്മൾ നിൽക്കരുത്. എനിക്ക് വേറെ ഓപ്പർച്യൂണിറ്റിയും വേറെ വഴികളൊക്കെ എനിക്ക് തിരഞ്ഞെടുക്കാൻ അറിയാം. ചിലപ്പം അവർ വെച്ച് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. അത് വെച്ചിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഭാഗ്യത്തിന് എനിക്ക് നെറ്റും ജെആർഎഫും ഒക്കെ കിട്ടി. അപ്പോൾ എനിക്ക് പിന്നെ അവിടെ പോയിട്ട് മൂന്നാമതൊരു PG എന്നുണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അല്ലെങ്കിൽ രണ്ടാമതൊരു PG മൂന്നാമതൊരു PG എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അതിൽ ടൈം കളയേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള വഴി ഞാൻ കണ്ടെത്തും. അവിടെ കഷ്ടപ്പെട്ട് പഠിച്ച് ഞാൻ എൻ്റെ ആദ്യത്തെ PGയിൽ നെറ്റും ജെആർഎഫും ക്ലിയർ ചെയ്തപ്പോൾ എനിക്ക് പിന്നെ ആ വഴിയിലൂടെ മുന്നോട്ട് പോകേണ്ടതുള്ളൂ. വീണ്ടും ഈ ഉപദ്രവിക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉപദ്രവം എന്നൊക്കെ പറഞ്ഞാൽ ഈ തൊട്ട് തീണ്ടലും അങ്ങനത്തെ സംഭവമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടിട്ടേ ഉള്ളൂ. അതൊക്കെ ഞാൻ കണ്ടനുഭവിച്ചു. ഫിസിക്കലി അസോൾട്ട് ആയിട്ടൊന്നും വന്നിട്ടില്ല. ബട്ട് വെർബലി ഈ കൂടെ നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ അഥവാ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കേക്ക് കട്ട് ചെയ്തതിൽ നിന്ന് ഞാൻ ഒരു പീസ് എടുത്താൽ പിന്നെ ആ കുട്ടികൾ കഴിക്കില്ല. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ട് പോലും ഇല്ല അങ്ങനത്തെ ഒരു സംഭവമൊന്നും. പിന്നെ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ ഞാൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ ആ പിള്ളേർ വരില്ല. ആകെ ആ ക്ലാസ്സിൽ അത് ഏറ്റവും സങ്കടം എന്താ വെച്ചാൽ ഈ പിള്ളേർ മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ കുട്ടികളില്ല ക്ലാസ്സിൽ. അപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ്? ആ കൂടെ ആശ്വാസമായിട്ട് എനിക്ക് 2 ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ 2 ടീച്ചേഴ്സിൻ്റെ കൂടെ കുറേ കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു. അവർ തന്നെയാണ് എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ഉണ്ട് യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ സമയത്ത് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളായിട്ടൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മളെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. ഈ കൗൺസിലിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, കൗൺസിലിംഗ് സൈക്കോളജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, അവരൊക്കെ നല്ല അവിടെ നിന്നായിരുന്നു ഫ്രണ്ട്സ് വരുന്നത്. ക്ലാസ്സിൽ നിന്ന് ഫ്രണ്ട്സ് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ ഡിസ്ക്രിമിനേഷൻ നമ്മളിങ്ങനെ എത്രയും സഹിച്ചിട്ട് ഇങ്ങനെ 9 to 4 ക്ലാസ്സിലിരുന്ന് പഠിക്കും. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഭയങ്കര ഹാർഡ്ഷിപ്പാണ് അത്. ഭയങ്കര ഒരു കഷ്ടം എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നല്ലോ. JRFന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അതൊരു പ്രൗഡ് മൂമെന്റ് അല്ലേ സത്യം പറഞ്ഞാൽ? പ്രൗഡ് തന്നെയാണ്. കഷ്ടപ്പെട്ടതിനുള്ള റിസൾട്ട് കിട്ടിയ തന്നെയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഭയങ്കര പഠിപ്പിച്ചിട്ടോ ഭയങ്കര അങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പഠിച്ചതേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് പാട്ടുപാടി രക്ഷപ്പെടാനോ ഡാൻസ് കളിച്ച് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഒരു കലാകാരി എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് രക്ഷപ്പെടാൻ മാത്രമുള്ള സൗന്ദര്യമൊന്നുമില്ല. അപ്പം പഠിച്ച് ഒരു അധ്യാപികയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫസറായിട്ടൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ബെറ്റർ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമല്ലോ, കുറച്ചും കൂടി ലൈഫ് സെക്യൂർ ആക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനുകൊണ്ട് പഠിച്ചതാണ്. അല്ലാണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ല എന്നാണ് എനിക്ക്. അതായത് അങ്ങനെ അത്രയും ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഒന്നുമില്ല ഞാൻ. നാടകത്തിൽ ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയെന്ന് വെച്ചിട്ട് എനിക്ക് എന്നും അവസരം വരാനൊന്നും പോണില്ല. അല്ലെങ്കിൽ എന്നും നടിയായിട്ട് എന്നും അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടണമെന്നൊന്നുമില്ല. അതും ഭയങ്കര ഒട്ടും സെക്യൂർ. ഞാൻ മനസ്സിലാക്കിയതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമോ എന്തെങ്കിലുമൊക്കെ ഒരു നാടകം ചെയ്യുന്നത് ഒരിക്കലും ഒരു കൺസിസ്റ്റൻസി ഇല്ലല്ലോ ലൈഫിൽ. അപ്പം അത് കാരണം ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് വേറെ നാട്ടിൽ പോയി ജീവിക്കണം തോന്നിക്കഴിഞ്ഞെന്നാൽ അവിടെ ജോലി ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് വേണമല്ലോ, ക്വാളിഫിക്കേഷൻസ് വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് മീഡിയയിലേക്ക് എന്തെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഏതെങ്കിലും? അല്ല, ഞാൻ കൈരളിയിൽ പോകുന്നതിന് ശേഷം 1-2 മീഡിയ വിളിച്ചിട്ടുണ്ട്. ഓൺലൈൻ ചാനലൊക്കെ ഇൻ്റർവ്യൂർ ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ജേർണലിസം അല്ലാണ്ട് ആക്ടിങ് അങ്ങനെ എന്തെങ്കിലും? നോട്ട് അറ്റ് ഓൾ. അങ്ങനെ ഒരു അവസരം ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം അതൊക്കെ അവരുടെ ലക്കും അവരുടെ എഫേർട്ടുമാണ്. ഞാൻ അത്ര എഫേർട്ട് എടുത്തിട്ടില്ല. പിന്നെ ലക്ക് പണ്ടേ ഞാൻ ഒട്ടും ലക്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളല്ല. കഷ്ടപ്പെട്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അപ്പം അത് അങ്ങനെ നോക്കിയിട്ടില്ല കേട്ടോ സത്യമായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നില്ല അതിന് മാത്രമുള്ള ആ ഒരു സോ കോൾഡ് കണ്ടീഷനിൽ ഫിറ്റ് ആവുന്ന ആളല്ലല്ലോ ഞാൻ. കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ എനിക്ക് അതിനുള്ളൊരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. ബോഡി ഷെയ്മിങ് അധികമായിട്ട് കിട്ടിയിട്ടുള്ള ആളായിരിക്കുമല്ലോ നമ്മുടെ കൂടെ തന്നെ നടന്നിട്ട് കുറേ പേര്? ഡെഫിനറ്റ്ലി. ബോഡി ഷെയ്മിങ് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ബോഡി ഷെയ്മിങ് ആണ്. വണ്ണമുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ചെറുപ്പം മുതലേ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല വണ്ണമുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ അവരത് വിചാരിക്കില്ല, അവരതൊന്നും കൺസിഡർ ചെയ്യില്ല. അവർ ഭയങ്കര ലീനായിരിക്കണം, ഭയങ്കര ഫെമിനൈൻ ആയിരിക്കണം, ഭയങ്കര ഫെയർ ആയിരിക്കണം, വെളുത്തിട്ടുള്ളവരായിരിക്കണം, എന്നാലാണ് അംഗീകരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത്. അതിപ്പം ഭയങ്കര ആക്ടിവിസം പറയുന്ന ഭയങ്കര പുരോഗമനവാദികളാണെന്ന് പറഞ്ഞിട്ടുള്ള പലരും അവരുടെ വായിൽ നിന്ന് ഇതിനെ അംഗീകരിക്കുന്നത്, ഇതിനോട്ട് ഫേവറിസം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മൈറ്റ് ബി, അങ്ങനെ പറയാം. മാന്യത പകലാണെങ്കിലും രാത്രിയാണെങ്കിലും മാന്യത ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു കാര്യത്തിൽ.
അങ്ങനെ ഈ വെളുത്തിട്ടുള്ള മെലിഞ്ഞിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് സൊസൈറ്റി പറയുന്ന ആൾക്കാരെ അംഗീകരിക്കുന്നവർ മാത്രമാണ്. അവിടെ ഒരു കറുത്ത കുട്ടിയോ ഒരു തടിച്ച കുട്ടിയോ കറുത്തയും തടിച്ചയും കുട്ടിയൊക്കെ ആണെങ്കിൽ തീർന്നു. അംഗീകരിക്കാൻ പാടാ. അവരോട് പരിഗണന കാണിക്കാൻ പാടാ.